ഹായ് സ്റ്റുഡൻസ്, മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ HSA ഇംഗ്ലീഷ് ഓറിയന്റേഷൻ 3യുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കി 2 ഓറിയന്റേഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ ചാനലിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. ഇന്ന് ഈ ഓറിയന്റേഷൻ സെഷനുമായിട്ട് ഞാൻ വരാൻ കാരണം എന്ന് പറയുന്നത്, എൻ്റെ ആപ്പിലെ സ്റ്റുഡൻസ് മുന്നോട്ട് വെച്ച ഒരുപാട് സംശയങ്ങളും, അവർ ഡീമോട്ടിവേറ്റഡ് ആണ്, അവർ റൈറ്റ് പാത്തിലാണോ പോകുന്നത്, സിലബസ് മാറിയാൽ ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ എനിക്ക് ആ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളും ഒരു ആൻസൈറ്റി കൈൻഡ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ കുട്ടികൾ നേരിടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് എല്ലാ HSA ഇംഗ്ലീഷ് ആസ്പിറൻസിന്റെയും ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ഒരു ക്ലാസ് ചെയ്യണം, ഒരു ഓറിയന്റേഷൻ സെഷൻ കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എങ്ങനെ കോപ്പപ്പ് ചെയ്യാം, അതുപോലെ നിങ്ങൾ ഇനി ഏത് രീതിയിലാണ് സജ്ജമാകേണ്ടത്, ഈ എക്സാമിനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വ്യക്തമായൊരു പാതയിലൂടെ ക്രാക്ക് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ടെൻഷൻ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കിലെ കുറച്ച് ചോദ്യങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് HSA ഇംഗ്ലീഷ് ഓറിയന്റേഷൻ 3. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഏതൊരു നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യം പോസിറ്റിവിറ്റിയാണ്. പോസിറ്റിവിറ്റീനെ നമ്മൾ എംബ്രേസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കുക. നെഗറ്റിവിറ്റീനെ മാറ്റി നിർത്തുക. ഇപ്പോൾ HSA ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന നെഗറ്റിവിറ്റി എന്താണോ അതിനെയൊക്കെ നിങ്ങൾ അകറ്റി നിർത്തൂ. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കൂ. അതിന്റെ കൂടെ തന്നെ നിങ്ങളോട് മറ്റൊരു യാഥാർത്ഥ്യം കൂടി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുണ്ട്. 16,000 പേരാണ് HSA ഇംഗ്ലീഷ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അല്ലേ. ഈ 16,000 പേർക്കും നിയമനം ലഭിക്കില്ല എന്ന് ഓരോ ഉദ്യോഗാർത്ഥിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സിലബസിനെ പഠിച്ച് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അത് ഓർത്തെടുത്ത് എഴുതുന്ന ഒരു വ്യക്തിക്കാണ് ഈ എക്സാം ക്രാക്ക് ചെയ്ത് നിയമനം ലഭിക്കാനായിട്ട് അവസരം കിട്ടുക. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു വ്യക്തി കറക്റ്റായിട്ട് ഓർത്തെടുത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഈ പുറത്തു നിൽക്കുന്നവരെല്ലാം കഴിവില്ലാത്തവരോ അറിവില്ലാത്തവരോ ആണ് എന്നല്ല. നിങ്ങളുടെ കഴിവിൽ അല്ലെങ്കിൽ നിങ്ങൾ നേടിയിട്ടുള്ള അറിവിലാണ് നിങ്ങൾക്ക് വിശ്വാസം വേണ്ടത്. ഇംഗ്ലീഷ് ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത് കൂടാതെ ഉണ്ട്. അതും നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ ഇത് HSA ഇംഗ്ലീഷ് എന്നത് ഒരു അവസാന വാക്ക് എന്ന രീതിയിൽ ആരും ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ആൻഷ്യസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതും നിങ്ങൾക്കൊന്നും നേടാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് നിങ്ങൾ പോകുന്നതും. അപ്പോൾ HSA ഇംഗ്ലീഷ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി ഞാൻ ഒട്ടും പരിശ്രമിച്ചില്ല എന്ന് നിങ്ങളൊരു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തു, എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തു. പക്ഷെ എനിക്കെന്തോ എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ തലയിൽ എഴുതിയിട്ടുള്ളത് മറ്റെന്തോ ആയിരിക്കാം, ഒരു പക്ഷെ ഇതിലും മികച്ചൊരു അവസരമായിരിക്കാം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിക്കാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ സമയം ഈ 2-3 മാസം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി എല്ലാവരുടെയും സംശയം HSA ഇംഗ്ലീഷ് എക്സാം ഏത് മാസമായിരിക്കും എന്നതാണ്. നമ്മളുടെ ആനുവൽ കലണ്ടറിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ഓഗസ്റ്റിലാണ് സപ്പോസ് എക്സാം വരുന്നതെങ്കിൽ അത് മെയ്യിലെ കലണ്ടറിൽ വരണം. അപ്പൊ ഇനി മെയ് എന്ന് പറയുന്നത് ഇനി ഒരു 10 ദിവസം കൂടിയാണ് മെയ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ ഈ 10 ദിവസം നിർണായകമാണ് എന്ന് പറയുമ്പോൾ അപ്പോഴും ടെൻഷൻ അടിച്ചു പോകുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പോ 10 ദിവസത്തിനുള്ളിൽ സപ്പോസ്
കലണ്ടർ വരികയാണ് എങ്കിൽ ഈ എക്സാം കലണ്ടറിന്റെ കൂടെ നമ്മളുടെ സിലബസും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, അതിനെ ബേസ് ഒരു ക്ലാരിറ്റി കിട്ടും. കൂടാതെ 60 ദിവസമായിരിക്കും നമുക്ക് പഠിക്കാൻ കിട്ടുക മെയ്യിലെ കലണ്ടറിൽ, അതായത് മെയ്യിൽ പബ്ലിഷ് ചെയ്യുന്ന ഓഗസ്റ്റിലെ കലണ്ടറിൽ ഉണ്ടെങ്കിൽ. ഇനി സപ്പോസ് മെയ്യിൽ ഈ 10 ദിവസത്തിനുള്ളിൽ കലണ്ടറിൽ അത് വന്നില്ല എന്നിരിക്കട്ടെ, ജൂണില് സെപ്റ്റംബറിലെ കലണ്ടർ വരുന്നു, അതിലാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് 3 മാസം പഠിക്കാൻ കിട്ടുന്നു. അപ്പൊ ഓൾറെഡി നിങ്ങളൊക്കെ ഒരു 1 ഇയർ ഒക്കെ പഠിച്ച കുട്ടികളാണ്. നിങ്ങൾക്ക് ഈ കിട്ടുന്നതൊക്കെ ആഡ് ഓൺ ആണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഈ ആഡ് ഓൺ ആയിട്ട് കിട്ടുന്ന ഈ ദിവസങ്ങളെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ സിലബസ് മാറിയാലും നിങ്ങൾക്ക് 60 ദിവസം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ബാക്കി ടോപ്പിക്സ് പഠിച്ചെടുത്താൽ മതിയല്ലോ. നമ്മൾ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അത്രക്കൊരു ടഫ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. നമുക്ക് രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലും ടീച്ചിങ് മെത്തഡോളജി ഒന്നും ചേഞ്ച് ആവില്ല. അവിടെ ഏറ്റവും നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് കാണുന്ന ഏരിയാസ് അതൊക്കെയാണ്. അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല, ഗ്രാമറിലും ചേഞ്ച് വരുന്നില്ല. അത് പഠിച്ച് മടുത്തില്ലേ അല്ലേ. ഇവിടെ ചേഞ്ച് വരിക ലിറ്ററേച്ചർ പാർട്ടിലാണ്, അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസത്തിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ടേംസ് ഒക്കെ ഒന്ന് ആഡ് ഓൺ ആവാം. അപ്പോൾ അവിടെ ലിറ്ററേച്ചറിൽ അവിടെയും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് കൂടാതെ ഏതെങ്കിലും ആഡ് ഓൺസ് വരുവാണെങ്കിൽ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കും. അതിനൊക്കെ നമുക്ക് മാക്സിമം ടൈം ഉണ്ട്, പഠിച്ചെടുക്കാനായിട്ടുള്ളൊരു സമയം നമുക്കുണ്ട്, റിവിഷൻ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. എന്നാൽ മാത്രമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുക, അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുക. ആ ഒരു രീതിയിൽ വേണം ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ 90 ഡേയ്സ് ആയിക്കോട്ടെ, 60 ഡേയ്സ് ആയിക്കോട്ടെ, ഞാൻ ഈ എക്സാമിന് വേണ്ടി കട്ടക്കിരുന്ന് പഠിക്കുന്നതാണ്. ഹാപ്പി ആയിട്ട്, ടെൻഷൻ അടിച്ചല്ല. അത് 90 ഡേയ്സ് ആണെങ്കിലും 60 ഡേയ്സ് ആണെങ്കിലും വിത്ത് എ സ്മൈൽ ഞാൻ ഈ ഒരു എക്സാമിനെ ഡീൽ ചെയ്യുന്നതാണ് എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. സെറ്റ് ആണോ? എന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഡബിൾ തംസ് അപ്പ് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ ആ ഒരു എനർജി, HSA ഇംഗ്ലീഷ് ആസ്പിറൻസിന്റെ ഒരു എനർജി ഒക്കെ കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമ്മളൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ശരിക്കും അതൊരു സ്റ്റഡി ഓഫ് ലൈഫ് എന്ന രീതിയിലൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ ജീവിതം, ഒരുപാട് കഥാപാത്രങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ആൻഷ്യസ് ആവുന്നത്? നമുക്ക് ഓരോ കാര്യങ്ങൾക്കും എന്ത് രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡന്റ് നമുക്കറിയാം. അതാണ് നമ്മൾ ഈ കഥകളിലൂടെയും, അല്ലാതെ വെറുതെ ഒരു കഥ വായിച്ച് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു രീതിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു അപ്രോച്ചിലൂടെ വേണം നമ്മൾ ജീവിതത്തെ കാണാനായിട്ട്. ഓക്കെ, അപ്പൊ കമന്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്യും, നോക്കട്ടെ എങ്ങനെയാണ് എന്റെ സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ സിലബസിലുള്ള ഒരു റൈറ്ററിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഈ കോട്ട് ഒന്ന് ഞാൻ വായിക്കാം. A tiger does not proclaim his tigritude, he pounces. ഇത് വോൾസോയിങ്കയുടെ വാക്കുകളാണ്. വോൾസോയിങ്കയുടെ ടെലിഫോൺ കോൺവെർസേഷൻ ഒക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എന്ന് എനിക്കറിയാം. വോൾസോയിങ്ക അദ്ദേഹം നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിരുന്നു ഒരു പരിധി വരെ. ഈ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾ ആഫ്രിക്ക എന്ന് പറയുന്ന പോമില് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സെലിബ്രേഷൻ ഓഫ് ബ്ലാക്ക്നെസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സെലിബ്രേഷൻ ഓഫ് ബ്ലാക്ക്നെസ്. ഈ സെലിബ്രേഷൻ ഓഫ് ബ്ലാക്ക്നെസ് എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ഹെറിറ്റേജിനെയും ആഫ്രിക്കൻ കൾച്ചറിനെയും ആഫ്രിക്കയിലെ ട്രഡീഷൻ, നോംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒരു നിറത്തിലോട്ട് ഒതുക്കി നിർത്തുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ വോൾസോയിങ്ക അതിനെതിരാണ്. അദ്ദേഹം പറയുന്നത് ഈ സെലിബ്രേഷൻ ഓഫ് ബ്ലാക്ക്നെസ് സെലിബ്രേഷൻ ഓഫ് ആഫ്രിക്കൻ ഹെറിറ്റേജ് ആയിട്ട് മാറണം. ആ ഒരു രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന പോം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിൽ അദ്ദേഹം ബ്ലാക്ക് എന്ന ആ ഒരു വാക്ക് പറയാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അതിലൂടെ
നടത്തുന്നത്. റേസിസം എന്ന് പറയുന്ന ഒരു തീം പ്രിഡോമിനന്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ട് നടക്കുകയാണ്, ഞാൻ പഠിക്കുകയാണ് എന്നൊന്നും നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു തക്കതായ സമയം നോക്കിയിട്ട് നമ്മളുടെ കഴിവുകളെ പുറത്തെടുക്കുക. മനസ്സിലായോ? അതൊരു HSCയിലോട്ടും ഒതുങ്ങി നിൽക്കുന്നില്ല, ഈ ആഫ്രിക്കൻസ് ബ്ലാക്ക്നെസ്സിലോട്ട് ഒതുക്കി നിർത്തുന്നത് പോലെ. അത് നമ്മളുടെ കഴിവ് തക്കതായ സമയത്ത് പുറത്തെടുക്കുക എന്നതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് വോൾസോയിങ്കയുടെ വാക്ക് അതിന്റെ യഥാർത്ഥ എസൻസോട് കൂടി ഉൾക്കൊള്ളാം, എന്നിട്ട് HSCക്ക് പ്രിപ്പയർ ചെയ്യാം. വോൾസോയിങ്കിനെ ഞാൻ വെറുതെ അല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന വർക്ക് ബേസ് ചെയ്തിട്ട് കുറച്ച് രസകരമായിട്ട് നമ്മളൊരു കഥങ്കഥ പഠിക്കുന്നത് പോലെ ആ ലാഘവത്തോടെ അതിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. എല്ലാ ഉത്തരങ്ങളും എനിക്ക് കമന്റ് ബോക്സിൽ കാണണം. അപ്പൊ ഇങ്ങനെ രസകരമായും നിങ്ങൾക്ക് HSC ഇംഗ്ലീഷിന് പഠിക്കാനായിട്ട് പറ്റും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ ടെൻഷൻ അടിച്ചാണല്ലോ പൊതുവെ എല്ലാ വർക്ക്സും നമ്മളുടെ വെയിറ്റിംഗ് ഫോർ ഗോദ പോലെയുള്ള വർക്ക്സ് അല്ലല്ലോ. പല വർക്ക്സിനും പല കഥകളും പല സംസ്കാരങ്ങളെ കുറിച്ചൊക്കെയുള്ള അറിവ് നമ്മൾക്ക് പകർന്നു നൽകാനുണ്ട്. അപ്പോൾ അത്രയും അറിവ് അതിലിരിക്കുമ്പോൾ അത് രസകരമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ ആൻസൈറ്റി ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന വർക്ക് ബേസ് ചെയ്തിട്ടുള്ള റിഡിൽ ലൈക്ക് ക്വസ്റ്റ്യൻസ് ആണിത്. I called to rent a place to stay, but ended up in a color survey. അതെ, ടെലിഫോൺ കോൺവെർസേഷൻ എന്ന വർക്ക് വായിക്കുമ്പോൾ ആ ഒരു പോമിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കളർ സർവേ നടത്തിയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? എന്താണിത്? ഹിസ് സിംഗിങ് വോയിസ്, ഹിസ് മാത്സ് സ്കിൽ, ഇതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കളർ സർവേ നടന്നത് നമ്മളുടെ സ്പീക്കറിന്റെ സ്കിൻ ടോണിനെ ബേസ് ചെയ്താണ് അല്ലേ? ഹിസ് സ്കിൻ ടോൺ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. I called to rent a place to stay, but ended up in a color survey. What am I? His skin tone. She offered a flat, then made it flat out wide. With one odd color quiz. What was the quiz? ആദ്യം തന്നെ ഒരു ഫ്ലാറ്റ് ഓഫർ ചെയ്യുന്നു, പിന്നീട് ഒരു കളർ ക്വിസ് അല്ലേ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. എന്തായിരുന്നു ആ ഒരു ചോദ്യം? ആർ യു ഹ്യൂമൻ എന്നാണോ? ഹൗ ഡാർക്ക് ആർ യു എന്നാണോ? ഡു യു ലൈക്ക് പിസ്സ എന്നാണോ? ക്യാൻ യു ജഗിൾ എന്നാണോ? ഹൗ ഡാർക്ക് അല്ലേ? ഹൗ ഡാർക്ക് എന്നതാണ് ചോദ്യം. ഹൗ ഡാർക്ക് ആർ യു എന്നതായിരുന്നു ആ ചോദ്യം. ഉത്തരം നൽകാനായിട്ട് പറ്റുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ രസകരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് നിങ്ങളുടെ ആൻസൈറ്റി മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ സെഷനിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാതെ പോവണ്ടല്ലോ, കുറച്ച് ചോദ്യങ്ങൾ കൂടി പഠിച്ചു പോവാം അല്ലേ? നെക്സ്റ്റ് വൺ, he gave a skin report not from a doctor but from his hand and feet. What did he describe? അദ്ദേഹം എന്താണ് ഡിസ്ക്രൈബ് ചെയ്തത്? 3D glasses ആണോ? palm and soles ആണോ? his favorite shoes, a traffic signal. palm and soles ആണല്ലേ? palm and soles. അദ്ദേഹത്തിന്റെ ഫേസിനെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു. അദ്ദേഹത്തിന്റെ പാം, അദ്ദേഹത്തിന്റെ സോൾസ്, അദ്ദേഹത്തിന്റെ ബാക്ക്, ഇതൊക്കെ അദ്ദേഹം അതിന്റെ കളേഴ്സ്, ആ കളർ ഷെയ്ഡ്സിനെ കുറിച്ച് അദ്ദേഹം ഈ പോമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. It's not a joke, but it makes you laugh. It's not angry, but burns in half. What device is used in the poem? ഈ പോമില് നമ്മൾക്കതൊരു ജോക്ക് ലൈക്ക് ഫീലിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അല്ലെ? റേസിസം ആണ്. റേസിസം എന്ന് പറയുന്ന ആ ഒരു പ്രിഡോമിനന്റ് തീമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വാട്ട് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ദി പോം, ആ ഒരു തീമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കാസം ആൻഡ് ഐറണി ആണ് അല്ലെ? സർക്കാസം ആൻഡ് ഐറണി ആണ്. നെക്സ്റ്റ് വൺ, he didn't show his face but still faced disgrace. What was the cause? അദ്ദേഹം
ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖം വൈറ്റ് ലേഡിയെ കാണുന്നില്ല. ബട്ട് സ്റ്റിൽ ഹി ഫേസ് ഡിസ്ഗ്രേസ്. വാട്ട് വാസ് ദി കോസ്? അദ്ദേഹത്തിന്റെ ആക്സെന്റ് ആണോ, അദ്ദേഹത്തിന്റെ ഹൈറ്റ് ആണോ, അദ്ദേഹത്തിന്റെ റേസ്, സ്കിൻ കളർ, ഹിസ് റിംഗ് ടോൺ? എന്താണ്? ഹിസ് റേസ്, സ്കിൻ കളർ ആണ് അല്ലേ? No crimes were done, no secrets dark, still he had to reveal his skin. What a remark. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ആരിൽ നിന്നും ഒളിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു വെസ്റ്റ് ആഫ്രിക്കൻ ആണ് എന്ന് വരെ റിവീൽ ചെയ്യുന്നു. ബട്ട് ഹി ഹാഡ് ടു റിവീൽ ഹിസ് സ്കിൻ. ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഉത്തരം നൽകേണ്ടി വരുന്നു. വാട്ട് എ റിമാർക്ക് അല്ലേ? അദ്ദേഹം റിവീൽ ചെയ്ത ഒരു സീക്രട്ട് എന്താണ്? ദാറ്റ് ഹി വാസ് എ സൂപ്പർ ഹീറോ എന്നാണോ? ദാറ്റ് ഹി ഡിഡ്ന്റ് ലൈക്ക് പീറ്റ്സ എന്നാണോ? ഹി വാസ് ആഫ്രിക്കൻ എന്നാണോ? ഹി വാസ് സീക്രട്ട്ലി ഗോൾഡ് ഫിഷ് എന്നാണോ? That he was African അല്ലേ? That he was African. She didn't speak, but you could hear the ah. What was brewing beneath her politeness mug? She muted him. Her racism was loading. The call went underwater. He was calling from his space. അവർ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവർ ബ്ലാക്ക് എന്ന വേർഡ് വൈറ്റ് ലേഡിയും ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് ത്രൂ ഔട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ? ആ പൊളൈറ്റ്നെസിന്റെ മറവിൽ ആ ഒരു ഹൈഡ് ആൻഡ് സ്പീക്ക് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പൺ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഈ ഒരു പോമില്. അത് അവരുടെ റേസിസത്തെയാണ് സൂചിപ്പിക്കുന്നത്. റേസിസം വാസ് ലോഡിംഗ്. A question loud and crude, not about light, but how dark is you. What did he feel? A question loud, a question crude, not about light. അതായത് ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഫാമിലിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ മറ്റു ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ചോദിക്കുന്നില്ല. ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഡാർക്ക് ആണോ, ഹൗ ഡാർക്ക് എന്നാണ് ചോദിക്കുന്നത്. സോ വാട്ട് ഡിഡ് ഹി ഫീൽ? അറ്റ് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഫീലിംഗ് ഡിലൈറ്റഡ്, ഇറ്റ് വാസ് എ സ്കിൻ കിസ് എന്നല്ലായിരുന്നു. He thought it was about weather. He asked if she meant sunglasses. അതൊന്നുമല്ല. He was shocked അല്ലേ? Sarcastic. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. He gave her his colors from top to toe and even the bottom. What did he describe? അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് ആയിരുന്നോ, റെയിൻബോ ആയിരുന്നോ, ക്രയോൺ ബോക്സ് ആയിരുന്നോ? അല്ല. എന്താണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ബോട്ടം, പാം ആൻഡ് സോളിന്റെ കളേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് അല്ലേ? Where fonts are red, basses roar, what British setting opened the poem's door. നമ്മൾക്കറിയാം നമ്മളുടെ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന വർക്കിൽ ഒരു ബൂത്ത് ഉണ്ട് അല്ലെ? റെഡ് കളറിലെ ഒരു ടെലിഫോൺ ബൂത്ത് നമുക്ക് കാണാം. അതുപോലെ ഒരു പില്ലർ ബോക്സ്, ഒരു പോസ്റ്റ് ബോക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ ഒരു റെഡ് ഒമ്നി ബസ് സ്ക്വെൽച്ചിങ് ദി ടാർ അല്ലെ? അങ്ങനെ ഒരു സംഭവം കൂടി നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. സ്ക്വെൽച്ചിങ് ദി ടാർ, ഒമ്നി ബസ്. ഈ മൂന്ന് കാര്യങ്ങളും റെഡ് ആണ് അല്ലെ? റെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിന്റെ പാഷൻ, ആങ്കർ ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കളറാണ്. ഇവിടെ ഈ റെഡ് മറ്റൊന്നിനെ കൂടി സിംബലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ റെഡ് ബൂത്ത് ആണെങ്കിൽ അതിൽ ടെലിഫോൺ ആണുള്ളത്. ഈ ടെലിഫോൺ എന്ന് പറയുമ്പോൾ അതെന്തിന് അത് കമ്മ്യൂണിക്കേഷന്റെ സിമ്പിൾ ആയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ബോക്സും കമ്മ്യൂണിക്കേഷന്റെ സിമ്പിൾ ആണ്. ഇനി ഒമിനി ബസ് എടുത്താലും അതും ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇവിടെ സ്ക്വെൽച്ചിങ് ദ ടാർ എന്നാണ് പറയുന്നത്. സ്ക്വെൽച്ചിങ്, സപ്രസ് ചെയ്യുകയാണ്. ടാർ ബ്ലാക്കിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ബ്ലാക്ക് പീപ്പിളിനെ സപ്രസ് ചെയ്യുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ലണ്ടന്റെ ഒരു സിമ്പിൾ കൂടിയാണ് അല്ലെ? ലണ്ടനിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ലണ്ടനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ലണ്ടൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്ത് പറയുന്നു? ഈ കടങ്കഥ പോലെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് പറ്റിയോ? കുറച്ച് ടെൻഷൻ ഒന്ന് റിലീവ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്വയം സാധിച്ചെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഇതുപോലെ രസകരമായ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇനിയും വരുന്നതായിരിക്കും. തീർന്നിട്ടില്ല. ഇനി കുറച്ച് ടെക്നിക്സും കുറച്ച് കാര്യങ്ങളും കുറച്ച് മാർക്കൊക്കെ മേടിക്കാനായിട്ടുള്ള കുറുക്ക് വഴികൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്തതായിട്ട്
ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ എക്സാം ആൻസൈറ്റി അതിന്റെ റീസൺ എന്താണ് എന്നതാണ്. പൊതുവേ നമ്മൾ ഇപ്പോൾ HSC ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഹൈ എക്സ്പെക്ടേഷൻ ആണ്. അതായത് 99 മേടിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 99 ഔട്ട് ഓഫ് 100 അല്ലെങ്കിൽ 100 ഔട്ട് ഓഫ് 100 അത് പോസിബിൾ ആണെങ്കിൽ അങ്ങനെ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ഹൈ എക്സ്പെക്ടേഷൻ ഒക്കെ എപ്പോഴും നല്ലതാണ്. പക്ഷെ ആ എക്സ്പെക്ടേഷൻ നമ്മളെ ഒരിക്കലും ഒരു പരാജയത്തിലോട്ട് എത്തിക്കാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം ദൈവത്തിന് വിടുക. ആ ഒരു ടൈമിന് ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ നമ്മൾ കൊടുക്കുക. അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ 99 മേടിക്കുള്ളൂ 100 മേടിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് നെഗറ്റീവ് എക്സ്പീരിയൻസസ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ലൊരു മാർക്ക് നേടാനായിട്ട് പറ്റിയില്ല, ഈ പ്രാവശ്യം ഞാൻ ക്രാക്ക് ചെയ്യും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ആ ഒരു ഇതിൽ നിന്നും മാറി ഈ എക്സാം നിങ്ങൾ എഴുതുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് തന്നെയല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? ചോസറിന്റെ നമ്മളുടെ പ്രൊലോഗില് സ്ക്വയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ ആസ് ഫ്രഷ് ആസ് ഈസ് ദ മന്ത് ഓഫ് മെയ് എന്ന് പറയുന്നത് പോലെ ആ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ഫ്രഷ് ആണ്. എല്ലാവർക്കും ഒരു പുതുമയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരാൻ പോകുന്നത്. അവിടെ എല്ലാവരും ഫ്രഷേഴ്സ് ആണ്. എത്ര പ്രാവശ്യം ഈ എക്സാം എഴുതിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു ദിവസം ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണ്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മൾ ഈ തോൽവികൾ എന്നൊക്കെ പറയുന്നതേ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് വിജയത്തിലോട്ട് എത്താനായിട്ട് പറ്റുക. ഓക്കെ, ശരിക്കും ഈ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെക്കാളും തോറ്റു പോയിട്ടുള്ളവർക്കാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുക. ഈ സക്സസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഫെയിലിയർ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഇവോൾവ് ചെയ്യാനായിട്ട് പറ്റുക. മനസ്സിലായോ? ആ ഒരു ഇവോൾവിംഗ് നേച്ചർ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എക്സ്പീരിയൻസിൽ നിന്നും മാറാൻ പഠിക്കണം. പ്രഷർ ടു പെർഫോം. ഇപ്പൊ നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ ചിലപ്പോൾ നമുക്കൊരു പ്രഷർ ഉണ്ടാവാം. ഈ പ്രാവശ്യം ഞാനിത് നേടിയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഞാൻ ഒരുപാട് എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലോ എന്ന രീതിയിൽ. അങ്ങനെ ആ ഒരു ടെൻഷൻ വെച്ച് ചെയ്യണ്ട. ഞാൻ ഇത് ചെയ്യും, എനിക്കത് നേടാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടി മാത്രം മുന്നോട്ട് പോവുക. നമ്മൾ സ്വയം ഒരു പ്രഷർ നമ്മളെ ഏൽപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ പെർഫെക്ഷനിസം. ഒന്നും പെർഫെക്റ്റ് അല്ല എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യത്തിനും ഒരു പെർഫെക്ഷനിസം കൊണ്ടുവരാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഗിരീഷ് കർണാടിന്റെ ഹൈവദന എന്ന് പറയുന്ന ആ ഒരു വർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് ആ ഒരു പാർട്ടില് ലോർഡ് ഗണേശനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ലോർഡ് ഗണേശ എന്ന് പറയുമ്പോൾ പെർഫെക്ഷന്റെ സിമ്പൽ ആണ്. ബട്ട് ഹീസ് ഇംപെർഫെക്റ്റ്. ലോർഡ് ഗണേശ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ആ ഒരു ഗോഡിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഹൈവദനയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ പെർഫെക്ഷനിസം മാറ്റി വെക്കുക. ഓക്കെ, ഈ ആൻസൈറ്റി ഉള്ളവരുടെ മെയിൻ ആയിട്ട് ഒരുപാട് സിംറ്റംസ് നമുക്ക് കാണാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സെൽഫ് ഡൗട്ട്, ഹെഡ് ഏക്ക്, സ്റ്റൊമക് ഏക്ക്, അല്ലെ? ഫാസ്റ്റ് ബ്രീത്തിങ്, ഫിയർ, ഹെൽപ്ലെസ്നെസ്, നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഒരു റെസ്റ്റ്ലെസ്നെസ്, ഉറങ്ങാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊക്രാസ്റ്റിനേഷൻ. ഇതൊക്കെ സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ എക്സാം ആൻസൈറ്റി മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എങ്ങനെ ഒഴിവാക്കും? ഹൗ ടു മാനേജ് എക്സാം ആൻസൈറ്റി എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ബേസിക് ടിപ്സ് ആണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്കൊരു പ്രോപ്പർ സ്റ്റഡി ഹാബിറ്റ് വേണം. ഒരു പ്രോപ്പർ സ്റ്റഡി ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുക. അതിന് ചിലപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒട്ടും എൻ്റെ കയ്യിൽ സമയമില്ല എന്ന് പറയാറുണ്ട്, അല്ലെ? ഈ സമയമില്ലാത്തത്
ഒരു 8 മണിക്കോ 9 മണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്നവർക്കായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വെളുപ്പിനെ ഉള്ള ടൈം മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഒരു 3 AM മുതൽ നിങ്ങൾക്ക് ടൈം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 3 AM മുതൽ. ഇനി 3 AM എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ നമ്മള് അതിശയിച്ചു പോകും, അയ്യോ ഇത്രയും നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കണോ എന്ന് ചിന്തിക്കാം. അതെ, ഇത് വളരെ നമുക്ക് ഒരുപാട് കോസ്മിക് എനർജി നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് നല്ലതായിരിക്കും. രാത്രി അങ്ങനെ ഒരു കോസ്മിക് എനർജി ഉണ്ടാവണമെന്നില്ല. പക്ഷെ എല്ലാവരുടെയും സാഹചര്യം ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും എപ്പോഴാണോ സമയം കിട്ടുന്നതോ അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. എന്നാലും സാധിക്കുമെങ്കിൽ ഒരു 3 AM to 5 AM നല്ലൊരു ടൈമാണ്. നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു നല്ലൊരു ടോപ്പിക് എടുത്തിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമുണ്ട്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ആ ഒരു ഡേ ഞാൻ ഇത്രയും ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ഒന്നും ഇരിക്കാതിരിക്കുക. മാക്സിമം ഒരു 9 o'clock 10 o'clockനുള്ളിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ സ്ലീപ്പ് ഒക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ നേടാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ബേസിക് റുട്ടീനുമായിട്ട് അത് സിങ്ക് ചെയ്ത് പോകണം. നമുക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഒരിക്കലും പഠിക്കാനിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്ത് നമ്മൾ പോവുക. അതുപോലെ ഡീപ് ബ്രീത്തിങ് എക്സസൈസസ്, യോഗ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, നേരത്തെയും പറഞ്ഞു നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾക്ക് കൊടുക്കാം. അതായത് നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു നോട്ട്ബുക്ക് എടുക്കുക. പഴയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നാളെ മുതൽ കുറച്ച്, നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് അഫർമേഷൻസ് എഴുതിക്കൊണ്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു എനർജി കിട്ടും. ആ ഒരു എനർജി നിങ്ങളുടെ ത്രൂ ഔട്ട് ആ ഡേ ഏറ്റവും ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു കൺസിസ്റ്റന്റ് റുട്ടീൻ ഉണ്ടാവുക. ഓക്കെ, അതിനകത്ത് സ്റ്റഡിയിങ്, റിലാക്സേഷന് മാക്സിമം ടൈം കൊടുക്കണം, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ. ഇവിടെ പൊതുവെ എല്ലാവരുടെയും മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല, കാരണം നെഗറ്റീവ് ആണല്ലോ. നമുക്ക് പോസിറ്റീവിലോട്ട് പോവാം. പോസിറ്റീവ് അഫർമേഷൻ ഇത് മസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വളരെ സന്തോഷിച്ചിരിക്കുകയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു സ്മൈൽ എനിക്ക് കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, സ്മൈൽ അല്ലേ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ബുക്ക് എടുത്തിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ബുക്ക് എടുക്കുക. അതിൽ നാളെ ഇപ്പോൾ മെയ് 24th അല്ലെങ്കിൽ 25th നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുവെങ്കിൽ 25th I have prepared well and trust my abilities എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ദിവസം തുടങ്ങുക. അല്ലെങ്കിൽ I am doing my best and that's enough. നിങ്ങളൊക്കെ ഓരോ പോസിറ്റീവ് അഫർമേഷൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അഫർമേഷൻ എടുത്തിട്ടൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ സ്പിരിറ്റ് എത്രത്തോളമാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് അഫർമേഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് എക്സാം വരുന്നത് വരെ എഴുതാനായിട്ട് പറ്റണം. നിങ്ങളുടെ ദിവസം തുടങ്ങേണ്ടത് ഇതുപോലെയുള്ള ഒരു പോസിറ്റീവ് അഫർമേഷനോട് കൂടിയായിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് കമന്റ് പോസ്റ്റ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു 80-20 റൂൾ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ 80-20 റൂൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. 80-20 റൂളില് 20% ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, പക്ഷേ അതിൽ 80% മാർക്ക് അല്ലെങ്കിൽ റിസൾട്ട് നേടാനായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ടാസ്കുകൾ പഠിക്കുന്നു, പക്ഷെ 80% മാർക്ക് നേടുന്നു. നല്ലൊരു ഐഡിയ അല്ലേ? കുറച്ച് പഠിക്കുക, കൂടുതൽ മാർക്ക് നേടുക. എന്ത് രസം അല്ലേ? അത്രക്ക് ഈസി ഒന്നുമല്ല. നമുക്ക് നോക്കാം. അതായത് ഇത് നമ്മളുടെ ഈ 80-20 റൂളിനെ ഞാൻ HSC ഇംഗ്ലീഷിന്റെ കോണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ HSC ഇംഗ്ലീഷിന്റെ കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഈ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസിനെ ഒഴിച്ചു മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നും HSCക്ക് നേടാനായിട്ട് പറ്റില്ല. കാരണം 50% അല്ലെങ്കിൽ ഒരു 70% തന്നെ എന്താണ്, സർഫേസ് ലെവൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3 40 മാർക്കാണ് ഈ 3 മോഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 23 പോംസ് കട്ടക്കിരുന്ന് പഠിക്കുന്നു.
സർഫേസ് ലെവൽ, അല്ലാതെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഡെപ്തിൽ പോയി ഒരുപാട് റിസർച്ച് കാര്യങ്ങൾ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഒരു 10 പേജ് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് HSA ഒന്നും നേടാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സർഫേസ് ലെവൽ ഒരു പോം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ വരികളും നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അപ്പോൾ 23 പോമിൽ നിന്ന് നിങ്ങൾ സപ്പോസ് 15 മേടിച്ചു എന്നിരിക്കട്ടെ. നിങ്ങൾ 23 പോം പഠിച്ചു, എന്നിട്ട് എക്സാമിന് അതിൽ നിന്ന് നിങ്ങൾക്ക് 15 മാർക്സ് കിട്ടി. അപ്പൊ 23 പോം എന്ന് പറയുമ്പോൾ 23 ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായോ? 23 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി രണ്ടാമത്തെ മോഡ്യൂളിലോട്ട് പോകുമ്പോൾ അവിടെ 10 ഡ്രാമ, ആ 10 ഡ്രാമ നിങ്ങൾ കട്ടക്കിരുന്ന് പഠിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടി. 10 ചോദ്യം വന്നു, നിങ്ങൾ 7 മാർക്ക് നേടി. അതുപോലെ തന്നെ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 3 13 വർക്ക്സ് ഉണ്ടായിരുന്നു. ആ 13 വർക്ക്സ് നിങ്ങൾ പഠിച്ചു, 13 ചോദ്യങ്ങളും വന്നു, നിങ്ങൾ 9 മാർക്കും നേടി. ഓക്കെ, അപ്പൊ കുറച്ച് മാർക്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അത് സ്വാഭാവികമാണ് അല്ലെ. ഈ 40-ല് നിങ്ങൾക്ക് 31 നേടാനായിട്ട് പറ്റി. അപ്പൊ നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് 100-ലാണല്ലോ. അപ്പൊ 100-ല് 31 നേടാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ പഠിച്ച മോഡ്യൂൾ ശ്രദ്ധിക്കുക, 3 മോഡ്യൂളേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇനി എത്രയോ മോഡ്യൂൾസ് ബാക്കിയുണ്ട്, 4, 5, 6, 7, 8 ജനറൽ പേപ്പറും. അപ്പൊ ഇത്രയും ഇതിൽ നിന്ന് 20% ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ 31 മാർക്ക് നേടി. അവിടെ നിങ്ങൾക്ക് 80-20 റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 3 മോഡ്യൂൾസിന്റെ ഇമ്പോർട്ടൻസും അത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കേണ്ട രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, വേറെ രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ HSA ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് യൂസ്ഫുൾ ആവില്ല. സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 80-20 റൂളിലൂടെ നിങ്ങൾക്ക് ഇത്രയും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അടുത്തതായിട്ട് മറ്റൊരു മെത്തേഡ് ആണ്. അപ്പൊ നമ്മുടെ 80-20 റൂൾ എല്ലാവരും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി 2-3-5-7 എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ്. 2-3-5-7 എന്ന് പറയുമ്പോൾ സ്പേസ്ഡ് റിവിഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ്. സ്പേസ് റിവിഷൻ, അതായത് നിങ്ങൾ ഒരു വർക്ക് പഠിക്കുന്നു. ഞങ്ങളിവിടെ MEHൽ ചെയ്യുന്നത്, ഞങ്ങളുടെ ആപ്പില് കീവേഡ്സ് കൊടുക്കും. കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കീവേഡ്സ്, ഒരു വർക്ക് പഠിക്കുന്നു, എല്ലാവരും കീവേഡ്സ് എഴുതുന്നു, എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ ആ കീവേഡ്സ് എടുത്ത് വായിച്ചു നോക്കുന്നു. അപ്പോൾ ഏതോ ഒരു പോയിന്റ് ഒന്നും മനസ്സിലാവുന്നില്ല, പർട്ടിക്കുലർ വീഡിയോയിൽ പർട്ടിക്കുലർ പോർഷൻ പോയി എടുത്ത് നോക്കുക. എന്നിട്ട് അത് നെക്സ്റ്റ് ഡേ ഒന്നുകൂടി ടെസ്റ്റ് യുവർ സെൽഫ് അഗെയിൻ. അത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് എടുത്തു നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നീട് വല്ലപ്പോഴും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ 2-3-5-7 എന്ന് പറയുന്ന ഒരു മെത്തേഡും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾക്ക് ഈ എക്സാമിൽ വന്നിട്ടുള്ള ഒരു പുതിയ ട്രെൻഡിനെ കുറിച്ചാണ് നിങ്ങളെ ബോധവാന്മാരാക്കാനായിട്ട് ഞാൻ പോകുന്നത്. അതായത് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. അത് നമ്മളുടെ സിലബസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ ആ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ ന്യൂ ട്രെൻഡ് എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വേർ ഡിഡ് ദി സ്കോർപിയൻ ഹൈഡ് ഡ്യൂറിംഗ് ദ റെയിൻ എന്നാണ് എന്റെ ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിന് ഈ പോം പഠിക്കാത്തൊരു വ്യക്തി പോലെ എനിക്ക് തോന്നുന്നു അതിന് ആൻസർ നൽകും. സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ പോം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ നൽകാനായിട്ട് പറ്റും. അത്രയും സിമ്പിൾ സർഫേസ് ലെവൽ ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സർഫേസ് ലെവൽ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ബിനീത് ദി സാക്ക് ഓഫ് റൈസ് ആണ് ആൻസർ. പക്ഷേ ഇവിടെ ഈ ഓപ്ഷൻ കൂടാതെ ഇതിങ്ങനെ ഒരു സംഭവം കൂടി, ഇത് പല PSC എക്സാംസിനും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മളുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2024 നടന്ന ബൈ ട്രാൻസ്ഫറിലും ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ ട്രാൻസ്ഫറിന്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ടഫ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2015-നെയും 2022 വെച്ചിട്ട് 24-ന്റെ നോക്കുമ്പോൾ ടഫ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കെണികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് PSCയുടെ ഒരു കെണിയാണ്. ഇവിടെ 2 എന്ന് കാണും. നമ്മൾ ഇനി എന്താണ് ABCDയിൽ ഏതെടുക്കുന്നു എന്നത് നിർണായകമാണ് അല്ലെ. ഇവിടെ ആൻസർ വരുന്നത് D2 ആണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഈ B എന്നുള്ള ആൻസറിലോട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ട്രിക്കുമായിട്ട് PSC ആ ഒരു ബൈ ട്രാൻസ്ഫറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാനായിട്ട് പഠിക്കുക. ഇനി മോഡ്യൂൾ 1 പ്രിപ്പറേഷൻ.
മോഡ്യൂൾ 1 പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ 23 പോയട്രി ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. 23 വർക്ക്സ് 23 മാർക്ക് എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം. 23 മാർക്കാണ് കേട്ടോ. ഈ ബൈ ട്രാൻസ്ഫറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 23 മാർക്സ് ആണ്. 23 മാർക്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോം എടുത്ത് വെച്ചിട്ട് നമ്മുടെ സിലബസ് മാറിയില്ല എങ്കിൽ നിങ്ങൾ ഈ പോംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് 10 പ്രാവശ്യം ഉച്ചത്തിൽ വായിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരൊക്കെ പറയും എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ, ആ കുട്ടിക്ക് എന്തോ മെന്റലി പ്രോബ്ലം ആണ് എന്ന രീതിയിൽ വരെ നിങ്ങളെ ഡിഫൈൻ ചെയ്തെന്ന് വരാം. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? റീഡ് ദ പോം 10 ടൈംസ് അലൗഡ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആപ്പിൽ ഞങ്ങൾ ബ്ലൂ പ്രിന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയിം ഓഫ് ദി വർക്ക്, അതിന്റെ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ, റിട്ടൺ, പബ്ലിക്കേഷൻ ഇയർ, ഡെഡിക്കേഷൻ, നമ്പർ ഓഫ് ലൈൻ, സ്റ്റാൻസ, മീറ്റർ, റൈം സ്കീം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, സിംബൽസ്, ഫസ്റ്റ് ലൈൻ, ലാസ്റ്റ് ലൈൻ, എനി അതർ ഫേമസ് ലൈൻസ് ഉണ്ടെങ്കിൽ അത്, റൈം സ്കീം, ജോണർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് മെജോറിറ്റി കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ക്രിറ്റിക്കൽ കമന്റ് ഒക്കെ ഒരെണ്ണം മാത്രമാണ്. അത് ഏറ്റവും ഫേമസ് വർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ ചോദിക്കുക. കാരണം മറ്റു വർക്ക്സിനൊക്കെ ക്രിറ്റിക്കൽ കമന്റ്സ് അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കമന്റ് ഉണ്ടെങ്കിലാണ് അവരത് എക്സാമിന് എടുത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾക്ക് വേണ്ടത്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്ലൂ പ്രിന്റ്സും കാര്യങ്ങളും സ്പൂൺ ഫീഡിംഗ് മെത്തേഡിൽ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഒരു എന്താ പറയുക, നല്ലൊരു റിവിഷന് കൂടി ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ഇനി മോഡ്യൂൾ 2, 3യുടെ പ്രിപ്പറേഷനിൽ നമുക്ക് സെറ്റിംഗ് ഇതിലും വരും കേട്ടോ. പോയിട്രിയിലും ഉണ്ട്. നറേറ്റേഴ്സ്, ക്യാരക്ടേഴ്സ്, പ്രോപ്പർട്ടീസ് ഒക്കെ മസ്റ്റ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചു വായിച്ചോളുക. അതുപോലെ തന്നെ കോഡ്സ് ഒക്കെ ചോദിക്കാം. നമ്പർ ഓഫ് ആക്ട്സ്, ഓപ്പണിംഗ് ലൈൻ, ലാസ്റ്റ് ലൈൻ, ഇമ്പോർട്ടന്റ് കോഡ്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലായി. എല്ലാ വരികളും പഠിച്ചെടുക്കണം എന്നല്ല. അതായത് ഇപ്പോ നമ്മുടെ ഗ്ലാസ് മെനേജറി എന്ന വർക്ക് ആണെങ്കിൽ അതിൽ അമാൻഡ, ടോം, ലോറ, ജിം, അപ്പൊ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. ഇവർ പറയുന്ന ഒരു ഡയലോഗ് നമുക്കൊരു വൈൽഡ് ഗസ്സിലൂടെ വരെ ചിലപ്പോൾ ആ ഒരു വർക്ക് വായിച്ചിട്ടുള്ളതാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഡോൾസ് ഹൗസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ സപ്പോസ് നമ്മളുടെ വെയിറ്റിംഗ് ഫോർ ഗോദോ, അതിലൊക്കെ നമ്മളുടെ വ്ളാഡിമർ ആണോ പറയുന്നത്, എസ്ട്രുഗൺ ആണോ പറയുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് വർക്കിനാണ് നിങ്ങൾ സ്ട്രെസ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ കോഡ്സ്, അതിൽ പറയുന്ന കോഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. തീമും സിമ്പിൾസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിന്റെ ബേസിക് ട്രേറ്റ് മനസ്സിലാക്കുക, അവരുടെ ഇന്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളും എക്സാമിന് വന്നിട്ടുണ്ട്. അതായത് ക്യാരക്ടർ ട്രേറ്റ്സ് പഠിക്കുക എന്നതല്ല ഞാൻ ചോദിക്കുന്നത്. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാണ് എന്ന രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഒരു സെൻസിൽ പഠിക്കുക. അതായത് ക്യാരക്ടർ ട്രേറ്റ് നമ്മൾ പണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നത് പോലെ പഠിക്കുക എന്നതല്ല, ഒരു വർക്കിനെ വളരെ അതിന്റെ എസൻസോട് കൂടി മനസ്സിലാക്കുക എന്നതാണ്. അടുത്തത് ബ്ലേർട്ടിംഗ്. ഈ ബ്ലേർട്ടിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് സ്റ്റുഡൻസ് ഒക്കെ ആക്റ്റീവ് ആയിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞൊരു മെത്തേഡ് ആണ്. അതിനെയാണ് ഞങ്ങൾ സിമ്പിൾ ആയിട്ട് കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കീവേഡ് മെത്തേഡ് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിക്കാനായിട്ട് കുട്ടികളോട് പറയുന്നതും കുട്ടികൾ അത് ചെയ്യുന്നുണ്ട്. അവർ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. കൂടാതെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് സെറ്റ് അവരോട് ഡെവലപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് അവർക്ക് അത് പഠിച്ച് മുന്നേറാനായിട്ട് പറ്റും. അത് പ്രാക്ടീസ് ചെയ്യാം. അത് വായിച്ചുകൊണ്ട് അവർക്ക് നോക്കിയെടുക്കാം അല്ലെ, നെക്സ്റ്റ് എന്താണ്, ഈ പോയിന്റ് ഓർക്കുന്നുണ്ടോ എന്ന രീതിയിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു വർക്ക് റിവൈസ് ചെയ്ത് പോവാനും പറ്റും. മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ഇത്. ഞങ്ങളുടെ ആപ്പിലെ സ്റ്റുഡൻസ് പഠിച്ച് ഈ ഒരു രീതിയിൽ പഠിച്ച് അവര് പ്രൂവ് ചെയ്ത ഒരു ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ ആ ടെക്നിക്കിന്റെ ഒരു പേര് ബ്ലേർട്ടിംഗ് എന്ന് കൂടിയാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. HSC ഇംഗ്ലീഷിന്റെ ഒരുപാട് ബാച്ചസ് നമ്മളുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആപ്പിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് കവർ ആവാനായിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ബ്ലൂ പ്രിന്റുകൾ, അതായത് നിങ്ങൾക്ക് എക്സാമിന് സ്പൂൺ ഫീഡിംഗ് മെത്തേഡിലൂടെ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത് 50 മാർക്കാണ്. ഈ 50 മാർക്ക് നിങ്ങൾ വേണ്ട എന്ന് പറയുമോ?
അതുപോലെ തന്നെ MEHലെ സ്റ്റുഡൻസ് ഏത് ആപ്പിലെ സ്റ്റുഡൻസിനും ഒരു ചാലഞ്ച് ആണ്. കാരണം അവർ ആ ഒരു രീതിയിൽ പഠിച്ച് ആസ് എ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ വ്യക്തതയോടുകൂടി ഓരോ കാര്യങ്ങളെ കണ്ട് ഉൾക്കൊണ്ട് പഠിച്ച് മുന്നേറുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവിടെ ഈ 50 മാർക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പോകുവാണ്. ബാക്കി 50 നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ട് കൂടി നിങ്ങൾ ഇടുക. അപ്പോൾ ഇവിടെ പോയട്രിയുടെ ബ്ലൂ പ്രിന്റ്, ഡ്രാമയുടെ ബ്ലൂ പ്രിന്റ്, നോവൽ, ലിംഗ്വിസ്റ്റിക്സ്, ടീച്ചിങ് മെത്തഡോളജി ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ജൂൺ 1 മുതൽ പുതിയ റിവിഷൻ ബാച്ചസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 15,000 MCQs-ന്റെ ഒരു പുതിയൊരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ പറയുന്ന ഒരു 50 മാർക്സ് ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ 50 മാർക്ക് വേണ്ട എന്ന് ആരും പറയില്ല. അത് നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി അത് നേടാനായിട്ട് പ്രാപ്തരായി കഴിഞ്ഞു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ജനറൽ പേപ്പർ ഡീൽ ചെയ്യുന്നതിന് ഞാനൊരു റിവേഴ്സ് മെത്തേഡ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ടീച്ചിങ് മെത്തഡോളജിക്കൊക്കെ ഞങ്ങൾ മറ്റൊരു മെത്തേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് ഒരു റിവേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാം. റിവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കാണുകയാണ് എന്ന് വിചാരിക്കുക. ആ ആൻസേഴ്സ് മാത്രം നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക 1 2 3 എന്ന രീതിയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊരു കളർ കോഡഡ് പോസ്റ്റ്-ഇറ്റ് നോട്ട്സ് ഇല്ലേ, അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു A4 സൈസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഈ ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്താണ് പൊതുവെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണല്ലോ, മറന്നുപോകുന്നു. ആ ഒരു മറന്നുപോകുന്ന ഒരു സംഭവം ഇല്ലാതെയാകും. ഇത് ഞാൻ സ്വയം പരീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇങ്ങനെ ചെയ്ത് നോക്കൂ. റിവേഴ്സ് മെത്തേഡ് കേട്ടോ, റിവേഴ്സ് മെത്തേഡ്. എന്നിട്ട് പോസ്റ്റ്-ഇറ്റ് നോട്ട്സിൽ ഇത് ഒട്ടിച്ചിട്ട് വെക്കുക. അപ്പൊ നമ്മളിത് കാണുമ്പോൾ അത് എന്താണ് എന്ന് ഓർക്കുന്നില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് അത് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് അത് മാറുന്നു. ഇതുപോലെ തന്നെ ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മളുടെ മെന്റർഷിപ്പ് ബാച്ചസിലും മറ്റു ബാച്ചസിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും മീരാസ് ഇംഗ്ലീഷ് ഹബ് എന്ന് പറയുന്ന ആപ്പ് സജ്ജമാണ്. നമ്മൾ 90% ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ജൂൺ 1 മുതൽ റിവിഷൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. റിവിഷൻ ബാച്ചസിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഡീറ്റെയിൽസും ആപ്പിന്റെ ഡീറ്റെയിൽസും ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിലും മാക്സിമം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ബൂട്ട് ക്യാമ്പിലൂടെ 11ഓളം ഫ്രീ ക്ലാസ്സസ് ഇപ്പൊ വരെ പോയി കഴിഞ്ഞു. 2000 MCQs നമ്മൾ ഫ്രീ ആയിട്ട് സബ്ജക്ട് എക്സ്പേർട്സിനെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ 15,000 MCQs-ന്റെ മറ്റൊരു ബാച്ച് കൂടി വരുന്നു. അപ്പോൾ ഈ ബാച്ചസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ 3+3 റിവിഷൻ സ്ട്രാറ്റജി മെന്റർഷിപ്പ് ബാച്ചസിന് ജൂൺ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ മെയിൻ ജോയിൻ ചെയ്യുന്നവർക്ക് ഇൻസ്റ്റാൾമെന്റ് സ്കീം അവൈലബിൾ ആണ്. മെന്റർഷിപ്പ് ബാച്ചസിന് ജൂൺ ഓൺവേർഡ്സ് ഇൻസ്റ്റാൾമെന്റ് അവൈൽ ചെയ്യാനായിട്ട് ഇപ്പൊ വരെ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. എക്സാമിന്റെ ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും അതും സെറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം അറ്റ് ദി ഏർലിയസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 റിവിഷനിലൂടെ ഒരു ടോപ്പിക്കിനെ വ്യക്തമായി മനസ്സിലാക്കി ഒരു ടോപ്പറായി മാറാനായിട്ടുള്ള എല്ലാ സജ്ജീകരണവും 18 അടവും പഠിപ്പിച്ച് നിങ്ങളെ ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ടീം സെറ്റ് ആണ്. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നോട്ട്സും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സജ്ജമാക്കുന്നതാണ്. റാങ്ക് മേക്കിംഗ് പോയിന്റ്സിന്റെ ഒരു കലവറ തന്നെയാണ് MEH എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറ്റ് ദി ഏർലിയസ്റ്റ് ജോയിൻ ചെയ്യൂ. HSA ഇംഗ്ലീഷിന് ആ ഒരു റൈറ്റ് ട്രാക്കിൽ പ്രിപ്പയർ ചെയ്യൂ. അപ്പോൾ HSA ഇംഗ്ലീഷിന്റെ കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ബൂട്ട് ക്യാമ്പ് ഫ്രീ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി 11 ഫ്രീ ക്ലാസ്സസ് കൊടുത്തു കഴിഞ്ഞു.
2000 MCQs ആണ് നമ്മൾ ഫ്രീ ആയിട്ട് സബ്ജക്ട് എക്സ്പേർട്സിനെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടെലിഗ്രാം ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് ഫ്രീ റിസോഴ്സസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൂടാതെ നമ്മളുടെ കോഴ്സസിന്റെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മാർക്കറ്റിംഗ് ക്വാളിറ്റി ക്ലാസ്സസിലൂടെയാണ്, ജസ്റ്റ് ഒരു ഷോർട്സിലൂടെയോ അങ്ങനെയൊന്നും നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മളുടെ സ്റ്റുഡൻസ് എന്നാലും മറ്റു മികച്ച ആപ്പുകളുടെ ഒപ്പം തന്നെ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്. അവരെക്കാളും ഒരു പടി മുന്നിലാണ് എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് HSA ഇംഗ്ലീഷ് റൈറ്റ് ട്രാക്കില് റൈറ്റ് സബ്ജക്ട് എക്സ്പേർട്സിന്റെ കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വാഗതം. താങ്ക് യു.